ശിവപ്രസാദ് SFI നേതാവ് നമുക്കൊപ്പമുണ്ട്. ശ്രീ ശിവപ്രസാദ്, ഇക്കാര്യത്തിൽ സർക്കാരിന് വിശദീകരിക്കാൻ കഴിയാത്തൊരു വിഷയം കൂടി കോടതി ഇടപെടലോടെ ഉണ്ടായിട്ടുണ്ട്. ഇക്കാര്യത്തിൽ എന്താണ് ഈ കുട്ടികളുടെ ഭാവിയെ മുന്നിൽ കണ്ട് എന്ത് നടപടിയെടുക്കണമെന്നാണ് സർക്കാരിന് മുന്നിൽ നിങ്ങൾക്ക് വെക്കാൻ കഴിയുന്ന നിർദ്ദേശം? ഞങ്ങൾ മനസ്സിലാക്കുന്നത് കോടതി ഉത്തരവ് സാങ്കേതികമായി പുറപ്പെടുവിപ്പിച്ച ഒരു ഉത്തരവാണെന്നാണ് ഞങ്ങൾ മനസ്സിലാക്കുന്നത്. കാരണം കോടതി ഗവൺമെന്റ് സ്വീകരിച്ച നടപടിയെ പൂർണ്ണമായി തള്ളിക്കളഞ്ഞിട്ടില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പ്രോസ്പെക്ടസ് ഇറങ്ങിയതിനു ശേഷം ഇങ്ങനെ ഒരു ഫോർമുല സ്വീകരിച്ചതിനെ സംബന്ധിച്ചുള്ള ആക്ഷേപമാണ് കോടതി സ്റ്റേ ചെയ്തുകൊണ്ട് വരുത്തിയിരിക്കുന്നതെന്നാണ് ഞങ്ങൾ മനസ്സിലാക്കുന്നത്. ഇതിനകത്ത് ഈ വിഷയം പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവുന്ന ഒരു കാര്യം, കേരളത്തിലെ സർക്കാർ സ്കൂളുകൾ, അതായത് പൊതുവിദ്യാഭ്യാസ സ്ഥാപനങ്ങളും CBSE പഠിക്കുന്ന കുട്ടികളും കീമിന്റെ PCM റേഷ്യോ നമ്മൾ കണക്കൂട്ടുമ്പോൾ അതിനകത്ത് വലിയ അന്തരമാണ് കഴിഞ്ഞ കാലം ഉണ്ടായത് എന്ന ആക്ഷേപം നിരന്തരമായി കഴിഞ്ഞ വർഷങ്ങളിലെല്ലാം ഉയർന്നു വന്നിരുന്നു. അപ്പൊ അതുകൂടി കണക്കാക്കിയിട്ടാണ് കേരളത്തിലെ ഗവൺമെന്റ് ഒരു വിദഗ്ധ അത് സമ്മതിച്ചു ശിവപ്രസാദ്, അത് സമ്മതിച്ചു. പക്ഷേ ഇപ്പോൾ നമുക്ക് മുന്നിൽ ഉണ്ടായിരിക്കുന്ന പ്രതിസന്ധി കോടതി ഇടപെടലോടെ ആ ലിസ്റ്റ് തന്നെ റദ്ദാക്കപ്പെടുകയാണ്. അതെ, അടിയന്തരമായി നമ്മളിപ്പോ SFIക്ക് മുന്നോട്ട് വെക്കാനുള്ളത് അടിയന്തരമായി ഈ അപ്പീൽ പോകും എന്നിപ്പോ കേരളത്തിലെ ഗവൺമെന്റ് അറിയിച്ചു. അടിയന്തരമായി തന്നെ അപ്പീൽ കൂടി പരിഗണിച്ച് ഈ അഡ്മിഷൻ നടപടികൾ അടിയന്തരമായി ആരംഭിക്കണം. അഡ്മിഷൻ നടപടികൾ അടിയന്തരമായി ആരംഭിച്ച് കുട്ടികൾക്ക് അഡ്മിഷൻ നേടുന്ന കാര്യത്തിൽ വലിയ കാലതാമസം ഉണ്ടാകുന്ന അഡ്മിഷൻ നടപടികൾ അടിയന്തരമായി പൂർത്തിയാക്കണമെന്നുള്ളതാണ് SFI ആവശ്യപ്പെടുന്നത്. അതിനാവശ്യമായ ഇടപെടൽ നിർദ്ദേശങ്ങൾ SFI മുന്നോട്ട് വെക്കും. ഈ സർക്കാരിന് ഇക്കാര്യത്തിലുണ്ടായിരുന്ന ഒരു നല്ല ലക്ഷ്യം അതിനെ എല്ലാവരും അംഗീകരിക്കുന്നു. പക്ഷേ സംഭവിച്ച പിഴവ് ഈ പ്രോസ്പെക്ടസിൽ അത് സൂചിപ്പിച്ചില്ല എന്നതൊരു സാങ്കേതിക പിഴവായി കോടതിക്ക് മുന്നിലും ഇത്തരമൊരു നിർദ്ദേശത്തിലേക്ക് കോടതി വന്നതിന്റെ കാരണവും അത് തന്നെയാവണം. അങ്ങനെയെങ്കിൽ ഇവിടെ സംഭവിച്ച പിഴവ് എവിടെയാണ്? സർക്കാരിന് ഒരു ജാഗ്രത സാങ്കേതികമാണ് ഞങ്ങൾ മനസ്സിലാക്കുന്നത്. സാങ്കേതികമായ ഒരു വിഷയം ചൂണ്ടിക്കാണിട്ടാണ് ഇപ്പോ ആ ഒരു നിർദ്ദേശത്തെ. അല്ല, ഞാൻ ചോദിച്ചത് ആ സാങ്കേതിക പിഴവ് എങ്ങനെ ഉണ്ടായി എന്നതാണ്. കാരണം സമയമുണ്ടായിരുന്നു, ആവശ്യത്തിന് സമയമുണ്ടായിരുന്നു. അല്ല, വിദഗ്ധ സമിതിയെ നിയോഗിച്ച വിദഗ്ധ സമിതിയാണല്ലോ നിർദ്ദേശം കൊടുത്തത്. ആ വിദഗ്ധ സമിതി നിർദ്ദേശം ലഭിച്ച ഉടനെ തന്നെ ഞാൻ മനസ്സിലാക്കുന്നത് കേരളത്തിലെ മന്ത്രിസഭ കൂടിയിട്ടാണ് ആ വിദഗ്ധ സമിതി നിർദ്ദേശം അംഗീകരിച്ചത്. ഇപ്പോ ഇതൊരു വളരെ സ്റ്റാറ്റിസ്റ്റിക്കലായ ഒരു പ്രപ്പോർഷനാണ്. അത് നമുക്ക് സാങ്കേതികമായി നമുക്ക് വേഗം തയ്യാറാക്കാൻ കഴിയുന്ന ഒരു കാര്യമല്ലെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതായത് ഞാൻ മനസ്സിലാക്കുന്ന സമിതിയിൽ പിസാറ്റിലെ പ്രൊഫസർമാരുണ്ട്. IIT ഉൾപ്പെടെ സ്റ്റാറ്റിസ്റ്റിക്സ് വിദഗ്ധരെ ഉൾപ്പെടുത്തിയിട്ടാണ് ആ സമിതി കേരളത്തിലെ ഗവൺമെന്റ് രൂപീകരിച്ചത്. ആ സമിതി ഒരു നിർദ്ദേശം മുന്നോട്ട് വെക്കുന്നു. ആ വെച്ച നിർദ്ദേശം കേരളത്തിലെ മന്ത്രിസഭ കൂടി പരിഗണിച്ചിട്ടാണ് അത് ഉൾപ്പെടുത്താൻ വേണ്ടി തീരുമാനിച്ചത്. ഇത് നമുക്ക് പെട്ടെന്ന് തയ്യാറാക്കുന്ന ഫോമില്ല. കഴിഞ്ഞ തവണയാണ് നമ്മൾ ഈ ഒരു പ്രയാസം നേരിട്ടത്. അപ്പോൾ അതിനെ മറികടക്കാൻ ആവശ്യ സമീപനം സ്വീകരിച്ചു. അതിലെന്തെങ്കിലും സാങ്കേതിക പിഴവ് സംഭവിച്ചിട്ടുണ്ടോ എന്ന് പരിശോധിക്കേണ്ടിയിരിക്കുന്നു. അടിയന്തരമായി അഡ്മിഷൻ നടപടികളുമായി മുന്നോട്ട് പോകണം എന്നുള്ളതാണ് SFIക്ക് ആവശ്യപ്പെടാൻ വേണ്ടിയിട്ടുള്ളത്. കേരളത്തിലെ കുറേയേറെ വിദ്യാർത്ഥികൾ കീമിൽ അഡ്മിഷൻ നേടാൻ വേണ്ടി കാത്തിരിക്കുന്നുണ്ട്. റാങ്ക് ലിസ്റ്റ് പുറത്തു വന്നു. ഒരു ഘട്ടം റാങ്ക് ലിസ്റ്റ് പുറത്തു വന്നു. യഥാർത്ഥത്തിൽ ആ ഒരു സ്റ്റാറ്റിസ്റ്റിക്കൽ പ്രൊപ്പോർഷൻ റാങ്ക് ലിസ്റ്റ് പുറത്തു വന്നു. അപ്പൊ ആ റാങ്ക് ലിസ്റ്റിന്റെ അടിസ്ഥാനത്തിൽ ഓപ്ഷൻ സമർപ്പിക്കാനുള്ള തയ്യാറെടുപ്പിലായിരുന്നു വിദ്യാർത്ഥികൾ. അപ്പൊ വിദ്യാർത്ഥികൾക്ക് ബുദ്ധിമുട്ടില്ലാത്ത നിലയിൽ ഈ വിഷയം അടിയന്തരമായി പരിഹരിക്കാൻ ആവശ്യമായ സമീപനം സർക്കാർ സ്വീകരിക്കണം. സർക്കാർ ആ നിലയിൽ തന്നെ ഈ വിഷയം അഡ്മിഷൻ പ്രൊസീജിയർ അടിയന്തരമായി പൂർത്തീകരിക്കുന്നതിന് പ്രാധാന്യം കൊടുത്തുകൊണ്ട് നടത്തണം. ശിവപ്രസാദ്, ഒരു കാര്യം കൂടി, ഈ സാമൂഹ്യ നീതി കിട്ടിയില്ല എന്നതാണ് CBSE കുട്ടികളും ഉന്നയിക്കുന്ന വാദം. ഇവിടെ നമുക്കറിയാം കേരളത്തിൽ പൊതുവിദ്യാഭ്യാസത്തിന് ഏറെ പ്രാധാന്യം നൽകുന്നു. അതുകൊണ്ട് കൂടുതൽ കുട്ടികൾ കേരള സിലബസിൽ പഠിക്കട്ടെ എന്ന് സർക്കാരിൻ്റെ ഒരു പൊതു നയത്തിൻ്റെ ഭാഗം കൂടിയാണ്. അത്തരമൊരു പ്രോത്സാഹനം നടത്തുമ്പോഴും കേരളത്തിൽ പഠിക്കുന്ന കുട്ടികൾക്ക് അല്ലെങ്കിൽ കേരള സിലബസിൽ പഠിച്ച കുട്ടികൾക്ക് അവർ ചില സാങ്കേതിക കാരണത്താൽ പിന്തള്ളപ്പെട്ടു പോകുന്നു എന്ന പൊതു അവസ്ഥയുണ്ട്. അതുകൊണ്ട് അത് പുനഃസ്ഥാപിക്കപ്പെടണം, ആ കുട്ടികൾക്ക് പരിഗണന ഉണ്ടാവണം എന്ന വാദത്തിൽ തന്നെയല്ലേ SFI നിൽക്കുക? ഇത് റിപ്പോർട്ട് ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, സ്വാഭാവികമായി ഈ വാർത്തകളാകെ കേരളത്തിലെ മാധ്യമങ്ങളും പൊതുവിൽ എല്ലാവരും സ്വീകരിച്ചത് കേരളത്തിലെ പൊതുവിദ്യാലയങ്ങളിൽ പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് എന്തോ പ്രത്യേകമായി മാർക്ക് കൂടുതൽ കിട്ടാൻ കഴിയുന്ന ഒരു സമീപനം കേരളത്തിലെ ഗവൺമെന്റ് സ്വീകരിച്ചു എന്നാണ് ഒരു വാർത്തയുടെ ഒരു ധ്വനി പല ഘട്ടങ്ങളിലും വന്നത്. യഥാർത്ഥത്തിൽ അത് വസ്തുതയല്ല എന്ന് നാം മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. യഥാർത്ഥത്തിൽ ഈ PCM ഫിസിക്സിന്റെയും കെമിസ്ട്രിയുടെയും മാർക്ക് പ്രൊപ്പോർഷനേറ്റ് ആയി കൺവേർട്ട് ചെയ്തിട്ടാണ് കീമിന്റെ മാർക്ക് ലിസ്റ്റിനോടൊപ്പം ചേർക്കുന്നത്. അതിൽ കഴിഞ്ഞ വർഷങ്ങളിൽ നമ്മൾ കണ്ടൊരു പ്രധാനപ്പെട്ട പോരായ്മ, കേരള സിലബസ്, അതായത് കേരളത്തിൽ പഠിക്കുന്ന വിദ്യാർത്ഥികൾ പൊതുവിദ്യാലയങ്ങളിൽ പരീക്ഷ എഴുതുന്നവർ അവരുടെ മാർക്ക് കൺവേർട്ട് ചെയ്ത് 100ലേക്ക് ആക്കുമ്പോഴും CBSE മാർക്ക് കൺവേർട്ട് ചെയ്താക്കുമ്പോഴും അത് തമ്മിൽ അന്തരം ഉണ്ടാവുന്നതാണ് പ്രശ്നം. ഇത് CBSE കുട്ടികളുടെ മാർക്ക് കൂടുതലാവുന്നതോ കുറവാകുന്നതോ അല്ല പ്രശ്നം. അവർ പരീക്ഷ എഴുതുന്നു, കേരളത്തിലെ കുട്ടികളും പഠിച്ചു, കേരള സിലബസിൽ പഠിക്കുന്ന കുട്ടികളും പരീക്ഷ എഴുതുന്നു. ഇവർ പരീക്ഷ എഴുതി കിട്ടുന്ന മാർക്ക് പ്രൊപ്പോർഷനേറ്റായി കൺവേർട്ട് ചെയ്യുമ്പോൾ അതിലൊരു ഇക്വാലിറ്റി ഉണ്ടാവണം എന്നുള്ളതാണ് നാം കാണുന്നത്. അല്ലാതെ ആരുടെങ്കിലും മാർക്ക് കൂട്ടുകയോ കുറയ്ക്കുകയോ എന്നുള്ളതല്ല പ്രശ്നം. പ്രൊപ്പോർഷനേറ്റായി കൺവേർട്ട് ചെയ്യപ്പെടുമ്പോൾ അതിൽ കുറവുണ്ടാവാൻ പാടില്ല. കുറവുണ്ടാവുന്നു എന്നുള്ളതാണ് നമ്മൾ കേരളത്തിൽ കണ്ടൊരു കാര്യം. ആ കുറവിനെ പരിഹരിക്കാൻ വേണ്ടിയിട്ടാണ്, അതായത് കേരളത്തിലെ
സർക്കാർ സ്കൂളുകളിൽ പഠിക്കുന്ന കുട്ടികൾക്ക് പ്രപ്പോർഷനേറ്റ് ആയി കൺവേർട്ട് ചെയ്യുമ്പോൾ ഉണ്ടാവുന്ന മാർക്കിലെ മനസ്സിലായി. അതാണ് കേരള കുട്ടികൾക്ക് കേരള സിലബസിൽ പഠിച്ചവർക്ക് ഒരു നീതി കിട്ടുന്നില്ല എന്ന് തോന്നുന്നു. അതെ, CBSE സിലബസിൽ പഠിക്കുന്ന കുട്ടികൾക്ക് അർഹമായ എന്തെങ്കിലും ഒരു ആനുകൂല്യം നിഷേധിക്കണമെന്നോ നിഷേധിക്കുന്നു നമുക്ക് ഇതിൽ നിന്ന് കാണാൻ വേണ്ടി കഴിയില്ല. തീർച്ചയായിട്ടും ഇല്ല. അല്ലാതെ ഞങ്ങളും അങ്ങനെ കരുതിയിട്ടില്ല, ഞങ്ങൾ അങ്ങനെ റിപ്പോർട്ട് ചെയ്തിട്ടുമില്ല. അവരുടെ പ്രപ്പോർഷനേറ്റ് ആയി കൺവേർട്ട് ചെയ്യുമ്പോഴും കേരള സിലബസിൽ പഠിക്കുന്ന കുട്ടികളെ കൺവേർട്ട് ചെയ്യുമ്പോഴും തുല്യമാവണം. ഒരു തുല്യതയുടെ പ്രശ്നമാണല്ലോ. ആർക്കും കുറയാനും പാടില്ല, കൂടാനും പാടില്ല. എല്ലാവരും പഠിക്കുന്ന വിദ്യാർത്ഥികളാണ്, എല്ലാവരും നമുക്ക് വേണ്ടവരാണ്, എല്ലാവരും അർഹരാണ്. പഠിക്കുന്ന എല്ലാ കുട്ടികളും അഡ്മിഷൻ നേടാൻ അർഹരാണ്. അപ്പൊ പ്രപ്പോർഷനേറ്റ് അതൊരു ഞാൻ പറഞ്ഞില്ല, ആദ്യം പറഞ്ഞത് ഇത് പ്യുവർലി സ്റ്റാറ്റിസ്റ്റിക്കലായ ഒരു ഫോർമുലയാണ്. അപ്പൊ സ്റ്റാറ്റിസ്റ്റിക്കലായ ഫോർമുല ഇപ്പൊ വന്നിരിക്കുന്ന ഗവൺമെന്റ് വെച്ചിരിക്കുന്ന ഫോർമുല എന്ന് പറയുന്നത് ഒരു തുല്യത മുന്നോട്ട് വെക്കുന്ന ഫോർമുലയാണ്. ആ ഫോർമുല തന്നെ മുന്നോട്ട് വെക്കുന്നതാവും നന്നാവുക എന്നതാണ് പൊതുവിൽ നമ്മൾ. ശരി, വളരെ നന്ദി ശിവപ്രസാദ്. എന്തായാലും SFIയുടെ നിലപാട് അങ്ങനെയാണ്. പക്ഷേ കുട്ടികളെ സംബന്ധിച്ച് ഇപ്പോഴുണ്ടായിരിക്കുന്ന ആശയക്കുഴപ്പം